യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിലപ്പുറത്തേക്ക് വർഷങ്ങൾക്കപ്പുറം ഈ നഗാളികാവിലെ ഏതോ ഒരു വീട്ടുമുറ്റത്തൊരു രാത്രിയിൽ കുറെ ദൂരത്തുകൂടിയ ഒരു സദസ്സിൽ വന്ന ഒരു ഓർമ്മയാണ് എനിക്ക് മുമ്പിലുള്ളത്. ഇവരുടെ തുടക്കകാലങ്ങളിലായിരുന്നു എന്നാണെന്നൊരു ഓർമ്മ. ആ കൂട്ടായ്മയിൽ ഞാൻ കണ്ടത് ഏറെ സന്തോഷമുണ്ടാക്കിയത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും വന്നു ചേർന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യേക വിഭാഗം എന്ന നിലയിൽ എല്ലാ മനുഷ്യരും ഒത്തുകൂടി. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് പുത്തൂരിലെ കൂട്ടായ്മ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന 80 യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ 1990 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയ സംവിധാനത്തിന്റെ തുടർച്ചയാണ്. ആ സംവിധാനത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടികളെ, മതസംഘടനകളൊക്കെ സ്വന്തമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. നാട്ടിലെല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താവുന്ന സംവിധാനങ്ങൾക്ക് പലയിടങ്ങളിൽ തുടക്കം കുറിച്ചു. അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഒന്നായി കോഴിക്കോട് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയറിന്റെ 80 പേരുടെ കുടുംബങ്ങളിൽ ഒരു അംഗമായി പുത്തൂരിനെ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കാം. വെറുതെയല്ല, ഇവർക്ക് മനുഷ്യന്റെ വേദനയ്ക്ക് ജാതിയില്ല, മതമില്ല. ഏത് വേദന അനുഭവിക്കുന്ന മനുഷ്യന്റെ അടുത്ത് എത്തണമെന്നൊരു തിരിച്ചറിവാണ്. അധിക സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എങ്കിപ്പോഴും ഒരു പൊതുസമൂഹം കൂടി ഒരു സദസ്സെന്ന് എനിക്ക് പറയാനുള്ളത്, 90% ജനങ്ങൾ ഈ നാട്ടിൽ വേദന കൊണ്ട് കിടന്നു മരിക്കും എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ അതാണ്. 10% മാത്രം ആളുകളാണ് വീണ് മരിച്ചു പോവുക. അപ്പൊ ആ മനുഷ്യൻ വേദന അനുഭവിച്ച് മരിക്കുന്ന മനുഷ്യന് അവനെ വേദനരഹിതമായി അവന്റെ ഫിസിക്കലായുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് അവന്റെ മനസ്സിന് അനുഭവിക്കുന്ന വേദനകൾ തീർത്തു കൊടുത്ത് മരണമാണ് അവനക്ക് മുമ്പെങ്കിൽ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ വെച്ച്, അവന്റെ വീട്ടകമാണ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം, അവൻ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളാണ്, അവരോട് ചേർന്നുകൊണ്ട് മരണമാണ് മനുഷ്യനുണ്ടെങ്കിൽ അന്തസ്സോടെ മരിക്കാൻ, ജീവിതമാണ് മനുഷ്യനെങ്കിൽ ക്വാളിറ്റിയുള്ള ജീവിത ഗുണനിലവാരമുള്ള ഒരു ജീവിതം, തുടർ ജീവിതം സാധ്യമാക്കി കൊടുക്കാൻ ഓരോ മനുഷ്യനും അവനവന്റെ കുടുംബങ്ങളിൽ ആളുണ്ടാവണം. അതിനുള്ള പിന്തുണയാണ് ഇവിടെയുള്ള സ്കോറിന്റെ വൾണ്ടർമാർ ഓരോ വീട്ടിലും എത്തുന്നത്. ഒരു വീട്ടിലൊരു വൾണ്ടർ, ഒരു വീട്ടിൽ കടന്നുപോയ മനുഷ്യന്റെ പ്രയാസങ്ങളിൽ ഇടപെടാനും അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി ബന്ധപ്പെടാനും കഴിയുന്ന വിധത്തിൽ ഈ നാട്ടിലെ എല്ലാ വീടുകളിലും ഒരു മനുഷ്യനും ഇനി വേദന അനുഭവിച്ച് മരിക്കാൻ പാടില്ല. അതിനുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്കോറിന്റെ പാലിയേറ്റീവ് പ്രവർത്തനത്തോടെ ഇവർ നടത്തി വരുന്നത്. ഇതിന് ഈ നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും നമുക്ക് ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ചെയ്യുന്നതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ മൊത്തം പ്രയാസങ്ങളെ 100 കണ്ടാൽ അതിൽ 75% പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആ കിടക്കുന്ന മനുഷ്യന്റെ കട്ടിലെടുത്ത ഒരാളുണ്ടാവണം, അവനെ കേൾക്കാൻ ഒരാളുണ്ടാവണം. അങ്ങനെയുള്ള ആളുകളെ ഇവരുടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് ഈ നാട്ടുകാർ ഒത്തുചേരണം. ഈ പുത്തൂരിലെ ഈ സംവിധാനം ഇന്ന് ചുവടുവെക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത്, ഇവരുടെ റീഹാബിലിറ്റേഷനുള്ള മുന്നോട്ട് വെക്കുന്നത് നാട്ടിൽ പലരും ചെയ്യാത്ത, നാട്ടിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന് എല്ലാവിധ പിന്തുണയും നമ്മളെല്ലാവരുടെ ഭാഗത്തുണ്ടാവണമെന്നും, നമ്മൾ ഓരോരുത്തരും നാളെ വീണു പോകുമ്പോ നമ്മുടെ കട്ടിനടുത്ത് നമ്മെ താങ്ങാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണമെങ്കിൽ കയ്യും കാലുമുള്ള നമ്മുടെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എല്ലാ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ആശംസ അറിയിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്.